യുഎൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഡെമോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഈ പറയുന്ന ഭൂരിഭാഗം മാതാപിതാക്കൾക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാറില്ല. പലപ്പോഴും അവർ ചൂസ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. കാരണം ഉടനെ കുഞ്ഞ് വേണ്ട എന്ന് വെക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ ചിലവുകൾ ഓർത്തിട്ട് വേണ്ട എന്ന് വെക്കുന്നവരുണ്ട്. പിന്നെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് ഉം. അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ കണക്കുകളുടെയൊക്കെ ആകെത്തുക എന്താണ്? എന്താണ് യുഎൻ്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? ഐക്യരാഷ്ട്രസഭയ്ക്ക് വിവിധ ഏജൻസികൾ ആ സംഘടനയുടെ കീഴിലുണ്ട്. അങ്ങനെയുള്ള ഒരു UNFPA, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻസ് ഫണ്ട്. ഇവർ ഈ റീപ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇത് സംബന്ധിച്ച് നടത്തിയ ഒരു പഠനത്തിൻ്റെ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്നത്. അവരെ 14 രാജ്യങ്ങളിലാണ് സാമ്പിൾ സർവേ നടത്തിയത്. ഏതാണ്ട് 14,000-ഓളം പേർ, അതായത് ഒരു രാജ്യത്ത് നിന്ന് 1000 പേരെ വീതമാണ് ഇവർ കണ്ടത്. അത് പല ഏജ് കാറ്റഗറിയിലുള്ള, അതായത് ദമ്പതികളായിട്ടുള്ള ചെറുപ്പക്കാരായവർ, മധ്യവയസ്സ് എത്തിയവർ, പ്രായമായവർ, ഈ രീതിയിൽ ഉള്ള ആളുകളെ കണ്ടാണ് ഇവർ ഈ സർവേ നടത്തിയത്. അത് ഈ 14 രാജ്യങ്ങളെന്ന് പറയുന്നത് പല സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യങ്ങളാണ്. ഒന്ന് സൗത്ത് കൊറിയ, തായ്ലൻഡ്, ഇറ്റലി, ഹംഗറി, ജർമ്മനി, സ്വീഡൻ, ബ്രസീൽ, മെക്സിക്കോ, US, ഇന്ത്യ, ഇന്തോനേഷ്യ, മൊറോക്കോ, സൗത്ത് ആഫ്രിക്ക, നൈജീരിയ. ഇപ്പോൾ അമേരിക്ക മുതൽ നൈജീരിയ വരെ ഈ പട്ടികയിലുണ്ട്. അതായത് ഉന്നതമായ സാമ്പത്തിക അവസ്ഥയും ജീവിത നിലവാരമുള്ള ഒരു രാജ്യവും താരതമ്യേന അത്തരം അവസ്ഥകളില്ലാത്ത രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നടത്തിയ സാമ്പിൾ സർവേയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഏറിയ പങ്കും ഈ അവർ സർവേ നടത്തിയതിൽ 1/5 പേരും അവരാഗ്രഹിച്ചത്ര കുട്ടികളില്ല. ചിലപ്പോൾ 2 1 കുട്ടികൾ അവർ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അത്രയും കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് പല കാരണങ്ങൾ പറയുന്നു. ഒന്ന് പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ പാരൻറ്റിങ്ങിൻ്റെ, രക്ഷാകർതൃത്വത്തിൻ്റെ ചെലവുകൾ അവർക്ക് അഫോർഡബിൾ അല്ല, അത് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളാകുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം, മറ്റ് ജീവിത നിലവാരം, കലാകായിക പരിശീലനം അടക്കമുള്ള പണ്ട് കാലത്തെ രീതികളല്ലല്ലോ. പണ്ട് കാലത്ത് കുട്ടികൾ ജനിച്ചു, അവരെ വളർത്തുന്നു, അവരെ സ്കൂളിൽ വിടുന്നു, അതിനുശേഷം ഏതെങ്കിലും തൊഴിൽ തേടുന്നു, ആ രീതിയിലാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ കുട്ടികൾ ജനിക്കുന്ന കാലം മുതൽ പ്രീ പ്രൈമറി അല്ല, ആദ്യം നമ്മുടെ കിൻഡർ ഗാർഡൻ, പ്രീ പ്രൈമറി, പ്രൈമറി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്കില്ല് പഠിപ്പിക്കേണ്ടി വരുന്നു. മറ്റ് കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ തയ്യാറാക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം ചെലവുകളൊക്കെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട്, അതിനെക്കുറിച്ചൊക്കെയുള്ള വേവലാതി കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഏറിയ പങ്കും. പിന്നെ ഒരു ചെറിയ വിഭാഗം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട്, അതായത് ഗർഭാവസ്ഥ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭയന്നിട്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. പിന്നെ അനുയോജ്യമായ പങ്കാളി ഇല്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അതൊക്കെ ഉൾപ്പെടുന്ന വിഭാഗത്തെ പരിഗണിച്ചിട്ടായിരിക്കാം. അനുയോജ്യമായ പങ്കാളി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ ഇല്ലാത്തവർ. അതുകൂടാതെ ഇവർ സർവേ നടത്തിയതിൽ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പറയുന്നത് മറ്റൊരു കണക്കാണ്. അവരിൽ ഈ 50 വയസ്സിന് മുകളിൽ, അതായത് മുതിർന്ന പൗരന്മാരിൽ ഒരു 31% പേർ പറയുന്ന നേരെ തിരിച്ചുള്ള അഭിപ്രായമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഞങ്ങൾ കിട്ടി. അത് ചിലപ്പോൾ ഈ ഫാമിലി പ്ലാനിങ്ങിൽ അതേപോലുള്ള സങ്കല്പമൊക്കെ ഈ പുതിയ തലമുറയിലുള്ളതാണല്ലോ. അപ്പോൾ മുൻകാലങ്ങളിൽ അതില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഇതായിരിക്കാം ഈ മുൻകാലങ്ങളിൽ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഉണ്ടായി എന്ന് പറയുന്നത്. പിന്നെ ഈ സർവേ നടത്തിയതിൽ 39% പേരും ഫിനാൻഷ്യൽ ലിമിറ്റേഷൻ, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള തരത്തിൽ, അധികം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വേണ്ട എന്ന തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. 12% പേർ വന്ധ്യത, ഗർഭം ധരിക്കുന്നതിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, ഈ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആ ഒരു വിഭാഗമുണ്ട്. പിന്നെ ചില രാഷ്ട്രങ്ങൾ ചില നയപരിപാടികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ ഒറ്റക്കുട്ടി സമ്പ്രദായമൊക്കെ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ അത്തരം ചില രാഷ്ട്രീയ തീരുമാനങ്ങളും ഇത്തരം ആഗ്രഹിച്ചത്ര കുട്ടികൾ ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. പിന്നെ ചില പ്രദേശത്തെ അരക്ഷിതാവസ്ഥ, തുടർച്ചയായിട്ടുണ്ടാകുന്ന കലാപങ്ങൾ, പലായനങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് യുഎന്നിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ലോകത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ഗ്രോത്തിൻ്റെ കണക്കുകളുടെ ഒരു ആകെ തുകയായിട്ട് ഇതിനെ കണക്കാക്കാൻ നമുക്ക് കഴിയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലഘട്ടം സ്വീകരിക്കുന്ന, അതായത്
സന്താനോൽപാദനത്തിൽ പുതിയ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന ചില ട്രെൻഡുകളുണ്ട്. ആ ട്രെൻഡുകൾ എന്ന് തന്നെ പറയണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ എടുക്കാം. നമ്മുടെ ഈ ഡെമോഗ്രാഫിക് ഗ്രോത്തിനകത്ത് നമ്മൾ ചില വളർച്ചയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നമ്മുടെ തൊട്ട് മുൻപത്തെ തലമുറയിൽ ഒരു കുടുംബത്തിൽ മിനിമം 10 കുട്ടികൾ എങ്കിലും അതായത് ഉണ്ടാവും. പണ്ടത്തെ ഒരു ചിന്താഗതിയുടെ ഒരു പ്രശ്നമാണ്. പണ്ട് കുട്ടികൾ കൂടുതലുണ്ടായാൽ അംഗബലം കൂടിയാൽ വേലയെടുക്കുന്നവരുടെ എണ്ണം കൂടും. കൃഷിയായിരുന്നല്ലോ അന്ന് അതെ, കൂടുതൽ. കൃഷിയായി. അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എല്ലാവരുടെയും കൂടിയുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് എല്ലാവരും അനുഭവിച്ചിരുന്നത്. അപ്പോൾ അംഗബലം കൂടിയാൽ അത് എല്ലാ കാര്യത്തിനും ഒരു ഒരു ചടങ്ങുണ്ടായാൽ പോലും ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ പോലും അംഗബലം കൂടുക എന്നുള്ളത് വലിയ ഒരു സങ്കല്പമായിരുന്നു. പിന്നീട് ഈ മൈക്രോ ഫാമിലി സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ ചെറിയ ചെറിയ കുടുംബമായിട്ട് വന്നപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള വാസസ്ഥലങ്ങൾ ഒരുക്കുക, ഇതെല്ലാം വലിയ ഭാരിച്ച ഉത്തരവാദിത്തമായി മാറി. സാമ്പത്തിക ചെലവ് ഏറുന്നതായി. ഈ കൂട്ടുകുടുംബമാകുമ്പോൾ ഒരാളെ മറ്റൊരാൾ അഫോർഡ് അത് ചെയ്യുക. കാർഷിക വൃത്തിയായിരുന്നപ്പോഴാണ് ഈ അതെ. കാര്യം ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അന്ന് ഈ നമ്മുടെ ഈ പറയുന്ന കുടുംബാസൂത്രണം എന്ന് പറയുന്ന പദ്ധതിയെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ലായിരുന്നു. അപ്പോൾ വളരെ ചുരുക്കമായിട്ടാണ് അത്. മിനിമം 5 കുട്ടികൾ ഉണ്ടാവാത്ത കുടുംബങ്ങൾ അന്ന് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന മനുഷ്യൻ വിദ്യാഭ്യാസം കൂടി, അവൻ്റെ തൊഴിൽ രീതികൾ മാറി, ഈ വലിയ അധ്വാനം വേണ്ടാതെയായി, അങ്ങനെയൊക്കെ വന്നു. പിന്നെ യന്ത്രവൽക്കരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് മനുഷ്യൻ ഈ പറയുന്ന പരിണാമത്തിലേക്ക് ചുവട് വയ്ക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് കുട്ടി 2 ഇല്ലെങ്കിൽ 3 കുട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു. പിന്നെ 2 കുട്ടിയായി. ഇപ്പോൾ അത് ഒരു കുട്ടി. ഒരു പരിധി വരെ ചില രാഷ്ട്രീയ ഇടപെടലുകളും ഇതിന്റെ പിന്നിലുണ്ട്. അതെ അതെ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഒറ്റക്കുട്ടി സമ്പ്രദായം വന്നു. നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ കുടുംബാസൂത്രണത്തെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണം ഏറെക്കുറെ നിർബന്ധാവസ്ഥയിൽ 2 കുട്ടികൾ മതി എന്ന തരത്തിൽ ആ ഒരു അവസ്ഥയിൽ വരെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു 3 കുട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതിൽ മൂന്നല്ല, കൂടുതലുണ്ട്. അതിൽ മിനിമം 3. മിനിമം 3, ഏറ്റവും കുറഞ്ഞത് 3 എന്നുള്ളത്. കാരണം അത് ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു അതായത് ഈ നയത്തിന്റെ ഭാഗമാണ്, ന്യൂനപക്ഷ തീരുമാനം. വിഭാഗങ്ങൾക്ക് ചില ക്രിസ്ത്യൻ സഭകളിലും അത്തരത്തിൽ അതെ. പ്രചാരണം പക്ഷെ നടത്തുന്നുണ്ട്. ഇപ്പം മാറുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം മലപ്പുറത്തൊക്കെ പോയി നോക്കിയാൽ ഒറ്റ കുട്ടിയിൽ അവർ നിർത്തും. മലപ്പുറത്ത് പോലും മാറ്റം വരുന്നുണ്ട്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മേഖലയായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ. ഇപ്പോൾ അവിടെ പോലും മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്ന മുസ്ലിം കുടുംബങ്ങളും ഇപ്പോഴുണ്ട്. കാരണം അത് കൂടുതൽ അത് എഡ്യൂക്കേഷൻ കിട്ടും, വിദ്യാഭ്യാസം കിട്ടും. മുസ്ലിം കുടുംബങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ പൊതുസമൂഹത്തിൽ തന്നെ അത്തരം ഒരു ചിന്താഗതി അതെ 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 ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടി മതി എന്നുള്ള കൺസെപ്റ്റിൽ ഈ കുട്ടികളില്ലാതെ തന്നെ പാരന്റിങ് ഞങ്ങൾക്ക് കഴിയില്ല, ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കുട്ടി വേണ്ടാന്ന് വെക്കുന്ന സമൂഹം. അപ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ് പല രാജ്യങ്ങളിലും. ഇപ്പോൾ ലാത്വാനിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കുടുംബമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. റഷ്യയിൽ യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആൾക്കാരുടെ എണ്ണം വലിയ രീതിയിൽ കുറയുന്നുണ്ട്. അത് മെയിൽ പോപ്പുലേഷൻ്റെ എണ്ണം കുറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവരിപ്പോൾ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ പോപ്പുലേഷൻ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു 2050 എത്തുമ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് 150 കോടി അല്ല 200 കോടിയോട് അടുത്ത് നമ്മൾ എത്തുമെന്നാണ് ഇപ്പോഴത്തെ അനുമാനം തന്നെ പറയുന്നത്. 2030 അത് 150 കോടിയിൽ എത്തുമെന്നും 2050 കൂടി 200 കോടിയിലേക്ക് ഇന്ത്യ എത്തുമെന്നാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഡെത്ത് റേറ്റും ബർത്ത് റേറ്റിൻ്റെ ഒരു റേഷ്യോ തമ്മിൽ വലിയ പ്രശ്നമുണ്ട്, അകലമുണ്ട്. അത് മാറുമെന്നാണ് പറയുന്നത്. അതായത് ബർത്ത് റേറ്റിന് അനുസരിച്ച് ഡെത്ത് റേറ്റ് വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അധികം താമസിയാതെ പോകും. അതായത് വൃദ്ധരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവസാനത്തെ ഘട്ടത്തിലേക്ക് പോകുമെന്നും പിന്നെ ലോവർ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റുമായിട്ട് മാറുമെന്നും ഒരു അതാണ് ഈ ഡെമോഗ്രാഫിക് ഗ്രോത്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു തിയറിയിൽ പ്രധാനം. അവർ ലോ ബർത്ത് റേറ്റ് ലോ ഡെത്ത് റേറ്റ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു ഇതിലേക്ക് സൈക്കിളിലേക്ക് എത്തുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഡെമോഗ്രാഫിയിൽ വലിയ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ലോകത്താകമാനം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലും ഈ പറയുന്ന മാറ്റങ്ങളിലേക്കെല്ലാം തന്നെ നയിക്കുന്നുണ്ട്.